റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം നമ്മൾ വായിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്തിലാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു വചനം എഴുതി വച്ചിരിക്കുന്നത്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. പ്രാർത്ഥനയുടെ മേഖലയിൽ മാത്രമല്ല, ജീവിതത്തിലെ സമസ്ത മേഖലകളിലും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. നമ്മളുടെ ജോലി മേഖലയിൽ നമ്മളൊരു നല്ല തീരുമാനമെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. നമ്മുടെ പഠന മേഖലയിൽ നല്ലൊരു തീരുമാനമെടുക്കണമെന്നുണ്ടെങ്കിൽ, നന്നായി പഠിക്കണമെങ്കിൽ, നന്നായി പഠിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ആ മേഖലയിലെല്ലാം സഹായിക്കും. നമ്മൾ നന്മയുള്ള മേഖലയിൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചിട്ട് ആണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ അതിൽ മുന്നോട്ട് പോകാൻ സഹായിക്കും. ഇനി ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചിട്ടല്ലാത്ത ഒരിടത്താണ് നമ്മളുള്ളതെങ്കിൽ അവിടെ നിന്ന് മനസ്സ് തിരിഞ്ഞ് പോരുവാനും ദൈവപദ്ധതി അനുസരിച്ചിട്ടുള്ള ആ മേഖലയിലേക്ക് കടക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഞാൻ ദൈവപദ്ധതി അനുസരിച്ചിട്ടുള്ള വഴിയിലൂടെയാണ് നടക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് പോകാനായിട്ട്, നമ്മളെ അതിശീഘ്രം മുന്നോട്ട് പോകാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ദൈവഹിതത്തിന് വ്യത്യസ്തമായൊരു വഴിയിലാണെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാതിരിക്കില്ല. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഇതായിരിക്കും: മകനെ, നീ ഇതല്ല നിൻ്റെ വഴി, ഇവിടെ നിന്ന് മാറി മറ്റൊരു വഴിയിലേക്ക്, ആ ദൈവം പറയുന്ന, പിതാവ് പറയുന്ന ആ വഴിയിലേക്ക് പോകുവിനെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞു തരും. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇത് വെറുതെ പറയുന്നതല്ല. അദ്ദേഹത്തിന് യേശുക്രിസ്തുവിനെ തൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചത് വഴിയായി ലഭിച്ച പരിശുദ്ധാത്മ അഭിഷേകം, ആ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ വർഷങ്ങളോളം, പതിറ്റാണ്ടുകൾ ജീവിച്ചതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം ഇത് പറയുന്നത് എന്ന് നമുക്ക് ഓർക്കാം. നമുക്കും ആ പൗലോസ് അപ്പോസ്തലൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഇന്നേ ദിവസമായിരിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സഹായം സ്വീകരിക്കുവാനും അത് തിരിച്ചറിയുവാനും ആ സഹായത്തിൽ മുന്നോട്ട് പോകുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.